നാട് മുഴുവൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴിമാറുകയും ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് പൊതുസമൂഹത്തിൽ നടക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കരിമ്പുഴ തെരുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുന്തിപ്പുഴയുടെ വലതുകര സംരക്ഷണ ഭിത്തി നാടിന് സമർപ്പിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പുഴകളെ സംരക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമ്മുടെ നാട് മുഴുവൻ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴിമാറുകയും ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുകയും ചെയ്യാൻ ബോധപൂർവമായിട്ടുള്ള ചില പരിശ്രമങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. കുന്തിപ്പുഴയുടെ ഭാഗമായി ഒഴുകുന്ന അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന കരിമ്പുഴ ഒറ്റക്കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ വലിയ പ്രയാസം നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഞങ്ങളുടെ ഹൈ ലെവൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള അജയേട്ടൻ തന്നെ ഇവിടെ നേരിട്ട് വന്ന് പരിശോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ കരിമ്പുഴ തെരുവിൽ 2024-25 റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുഴയുടെ വലതുകര സംരക്ഷണ ഭിത്തി സമർപ്പണം കരിമ്പുഴ തെരുവിന് സമീപമാണ് മന്ത്രി നിർവഹിച്ചത്. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ അഞ്ജിത് സിംഗ്, പാലക്കാട് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സിജു, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം KP സുരേഷ് രാജ്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതി വാസൻ, വാർഡ് അംഗം മല്ലിക, RMF സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി മെമ്പർ R അജയൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം KT രാമചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടറി K വേണുഗോപാൽ, മണ്ഡലം കമ്മിറ്റി അംഗം KB രാമദാസ് എന്നിവർ സംസാരിച്ചു. നെയ്ത്തു തൊഴിലാളികളായ രംഗപ്പൻ, KA രവി, തങ്കവേലു എന്നിവർ മന്ത്രിക്കും MLAയ്ക്കും KP സുരേഷ് രാജ്, RMF കമ്മിറ്റി മെമ്പർ R അജയൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു.